എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു കൃഷ്ണമൂർത്തി ഉണ്ടല്ലോ, ആ ഒരു ഓർഡറും കൊണ്ട് വന്ന അയാൾ വന്നിട്ട് പറയുകയാണ്. അയാൾ വരുമ്പോഴേക്കും ദേവി നയന പറയുന്നു, സാർ ഞങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് വർക്ക് കൂടെ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പം, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പം, അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പം, ആ ഓർഡറൊക്കെ മുഴുവനെ ക്യാൻസലായെന്ന് പറയുമ്പം നയന ചോദിക്കുകയാണ്, അയ്യോ സാർ എന്തായി പറഞ്ഞത്, ഓർഡർ ക്യാൻസലാക്കിയെന്നോ? ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, സോറി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ വേണമെങ്കിൽ അഡ്വാൻസ് പൈസ നിങ്ങൾ തിരിച്ചു തരണ്ട, ആ ഒരു കൺസേൺ ഞാൻ ചെയ്തു തരാം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദയവ് ചെയ്ത് എന്നെ ഇതിനിടയിൽ പെടുത്തരുതെന്ന് പറയുമ്പോൾ, എന്താ സാർ പറയുന്നത്, എന്താ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ ചതിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു പാവപ്പെട്ടവനാണ്, എനിക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ടൊന്നും ഏറ്റുമുട്ടാൻ കഴിയില്ല മോളെ, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നയന ചോദിക്കാണ്, വലിയ വലിയ ആൾക്കാരോ സാർ എന്തായി പറയുന്നേ? അതേ മോളെ, വലിയൊരു ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ, അതെനിക്ക് അനുസരിച്ചല്ലേ പറ്റൂന്ന് ചോദിക്കുമ്പോൾ നയന ചോദിക്കാണ്, ഏത് വലിയ ആളാ ഞങ്ങൾക്കെതിരെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, വേറെ ആരുമല്ല മോളുടെ ഹസ്ബൻഡ് തന്നെയാ ആദർശ്. അത് കേൾക്കുമ്പോഴേക്കും നയന ആകപ്പാട് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. കനകവും ഗോവിന്ദനും എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുമ്പം അയാൾ പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഒന്നും തോന്നരുത് എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ആകപ്പാടെ വിഷമിച്ച് ഗോവിന്ദനും കനകവും നയനയൊക്കെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദൻ പറയാണ്, മോൾ ഇനി ഇവിടെ നിൽക്കണ്ട, അതായിരിക്കും നല്ലത്, മോളെയും മോളുടെ ചേച്ചിനെയും നല്ല രീതിക്കല്ല ആ ഒരു കൊട്ടാരത്തിലേക്ക് കെട്ടിച്ചു വിട്ടത്, വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം മോള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പണി ചെയ്യുന്നത് അവർക്കൊരു നാണക്കേടാണെന്ന് ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് മോളുടെ ഭർത്താവ് തന്നെ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് ഇത്രയ്ക്ക് വലിയ ചതി ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും മോൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് മോളിനി ഇങ്ങോട്ടേക്ക് വരണ്ട, മോളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി സന്തോഷമായിട്ട് ജീവിച്ചാൽ അത് തന്നെ മതി ഈ അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ നയന കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോഴേക്കും കനകം പറയാണ്, മോളെ നിക്ക് മോളെ, അവിടെ പോയിട്ട് മോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. അപ്പൊ നയന ഒന്നും മിണ്ടാതെ, ഒന്നുമില്ല അമ്മേ, ഞാൻ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി ആനന്ദപുരിയിലേക്ക് പോവാനായിട്ട് ഒരുങ്ങാൻ കേട്ടോ. അനന്തപുരിയിലേക്ക് നയന കയറി വരുന്ന പാടെ അവിടെ ദേവയാനി നിൽപ്പുണ്ട് കേട്ടോ. ദേവയാനി ചോദിക്കാണ്, ഓഹോ വന്ന് കയറിയില്ലേ, കുടുംബത്തിന്റെ മുഴുവനും മാനം കളഞ്ഞിട്ട് അവൾ വന്ന് കയറിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോഴേക്കും നയനി പറയണ, എന്താ അമ്മേ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോ, എന്താണ് മനസ്സിലാവാത്തത്, പോയി നീ ടിവിക്കകത്ത് വാർത്തയൊക്കെ കൊടുത്തല്ലോ, ഞങ്ങളുടെ കുടുംബത്തിന് മാനം തന്നെ കളഞ്ഞില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ആദർശിന്റെ അച്ഛനും വന്നിട്ട് പറയാണ്, മോളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കണ്ടായിരുന്നു അച്ഛാ, എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്, അത് കാരണം യാതൊരു കുഴപ്പവുമില്ലല്ലോ. അപ്പോഴേക്കും ദേവേനി പറയാണ്, ഓഹോ കുഴപ്പമൊന്നുമില്ലല്ലേ, നിനക്ക് പറയാടി കുഴപ്പമൊന്നുമില്ലെന്ന്, അനുഭവിക്കുന്നതൊക്കെ ഞങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നയന പറയാണ്, എന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് എന്റെ അച്ഛനമ്മയെ സഹായിക്കുന്നതിന് എന്താ ഇത്ര തെറ്റ്, എനിക്കത് മനസ്സിലാവുന്നില്ല, എന്റെ അച്ഛനും അമ്മയ്ക്ക് സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ, അതല്ലേ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയാണ്, വേണ്ടടി, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇവിടുന്ന് പോയി സഹായിക്കാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാഷ് ഇടാന്ന് പറഞ്ഞപ്പോ നിനക്കത് പറ്റില്ലായിരുന്നല്ലോ. അപ്പോഴേക്കും നയന പറയാണ്, ഇല്ല എനിക്കതിന് പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെ എന്റെ വീടിന് ക്യാഷ് കൊടുക്കണം. അപ്പൊ ദേവയാനി പറയാണ്, എങ്കിൽ പോയിക്കോ, നിനക്ക് പോയിട്ട് അവിടുന്ന് സമ്പാദിച്ച് നിന്റെ അച്ഛനമ്മയെ നോക്കണമെങ്കിൽ നീ ഇവിടുന്ന് പോയിക്കോ, അതായിരിക്കും നല്ലത്, ഇറങ്ങി പോടി എന്നും പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ച് വലിച്ചിറക്കാണ്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി വേണ്ടെന്ന് പറയുമ്പം അമ്മ എന്നെ മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞിട്ട് ദേവയാനി അമ്മയോടും ചൂടാവുന്നുണ്ട്. അപ്പൊ ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ കയറി വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ടും ആദർശം ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശിനെ ഒന്ന് കുത്തി നയന പറയുന്നുണ്ട്, എന്റെ ഓർഡറും നശിപ്പിച്ചല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നിർത്ത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും നിശബ്ദരായിട്ട് നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം? അപ്പോഴേക്കും ജലജ പറയാണ്, അത് അച്ഛൻ അറിഞ്ഞില്ലേ, ഇവള് വീണ്ടും പോയി വാർത്ത കൊടുത്തു, ആകെപ്പാടെ നാണക്കേടായി. അപ്പൊ മുത്തശ്ശൻ പറയാണ്, എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ല നയനെ ഈ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ മാത്രം എന്ത് തെറ്റാണ് അവള് ചെയ്തേ എന്ന് ചോദിക്കുമ്പോ ദേവേനി പറയാണ്, അച്ഛൻ കണ്ടതല്ലേ, നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ അവള് കളഞ്ഞു. അപ്പൊ മുത്തശ്ശൻ പറയാണ്, ഞാൻ എല്ലാം കണ്ടു, അവള് എന്ത് കുടുംബത്തിന്റെ മാനം കളഞ്ഞു നിങ്ങൾ പറയുന്നത്, അവളുടെ 2 വാർത്തയും ഞാൻ കണ്ടു തന്നെ ഇങ്ങോട്ട് വന്നത്, അവള് നമ്മുടെ കുടുംബത്തിന്റെ മാനം ഉയർത്തുകയല്ല, അഭിമാനം രക്ഷിക്കുകയാണ് ചെയ്തത്. അവള് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ, എന്റെ കുടുംബം, എന്റെ വീട്ടുകാര് എന്റെ കുടുംബത്തെ സഹായിക്കാനായിട്ട് എന്നെ പറഞ്ഞു വിടുന്നുണ്ട്, സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ അവൾ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പലരും പലവിധം പറയും, അതൊന്നും കേട്ട് കുലുങ്ങുന്നതല്ല ഈ മൂർത്തി, അങ്ങനെയൊന്നും ജീവിച്ചതിനല്ല ഞാൻ ഇതൊക്കെ പിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നയനമോളും എന്റെ അതേ ലൈനിൽ തന്നെയാണ് നടക്കുന്നത്, അവള് കഠിനാധ്വാനം ചെയ്ത് സ്വന്തം വീടിനെ രക്ഷിക്കണമെന്ന് കരുതുന്നു, അതിലെന്താ തെറ്റുള്ളത്?
നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ എന്ന് ദേവേനി ചോദിക്കുമ്പോൾ അതിന്റെ കാരണവും നിനക്ക് തന്നെ അറിയാമല്ലോ. നീയാണല്ലോ അന്ന് അവളുടെ ശമ്പളം കൊണ്ട് അവൾ വീട്ടിലേക്ക് പോയപ്പം കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അതല്ലായിരുന്നെങ്കിൽ അവൾ ഡിസൈൻ ചെയ്ത് ഇവിടെ തന്നെ നിന്നേനെ. അതിന്റെ കാരണക്കാരി നീ തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ നയനമോള് നാളെ മുതൽ ഇവിടുന്ന് അവളുടെ വീട്ടിലേക്ക് ജോലിക്ക് പോയിരിക്കും. ഇതെന്റെ ഉത്തരവാണ് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ആർക്കും എതിരഭിപ്രായം ഒന്നുമില്ല. ഇനി ആർക്കെങ്കിലും എതിരഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോഴേക്കും ആരും ഒന്നും മിണ്ടാതെ എല്ലാവരും ആ മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്ത് അവിടുന്ന് പലരും പല വഴിക്ക് പോന്നു. അപ്പോഴേക്കും മുത്തശ്ശന്റെ അടുക്കൽ പോയി അനുഗ്രഹം മേടിച്ചിട്ട് കാൽക്ക് വീഴാണ്ട് നയനമോള്. അപ്പോൾ നയനമോളെ എന്നും വിളിച്ചിട്ട് മുത്തശ്ശൻ അവളെ ഇങ്ങനെ എഴുന്നേപ്പിച്ചിട്ട് പറയാണ്, മോളുടെ ചങ്കൂറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ. സ്വന്തം കാലിൽ നിന്ന് സ്വന്തം വീടിനെ രക്ഷിക്കണം എന്നുള്ള നിന്റെ ആ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോള് ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശനോട് പറഞ്ഞാൽ മതി. ഇനി മോളെ ഇവിടുന്ന് ആരും ഇറക്കി വിടുകയില്ല. അതുപോലെ തന്നെ മോൾക്ക് മോളുടെ വീട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ ജോലിയും ചെയ്യാം, ആരും മോളെ തടയില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ദേവയാനി ആകെ കട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അഭി മനസ്സിൽ കരുതുകയാണ്, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വന്ന് കരുതിയതാ, അതും പോയല്ലോ എന്ന് ഓർക്കുന്നു. ഇതേ സമയത്ത് നയന മുറിയിൽ നിൽക്കുമ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നു, സഹായിച്ചിടത്തോളൊക്കെ മതി, ഇത്രയ്ക്കും മനുഷ്യത്തില്ലാതെ നിങ്ങൾ പെരുമാറില്ലെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്ത് മനുഷ്യത്തില്ലാതെ പെരുമാറാൻ നീ പറഞ്ഞത്? എന്റെ കണ്ണിൽ നോക്കിയിട്ട് പറ, നിങ്ങളല്ലേ വിളിച്ചിട്ട് ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്ത്? ഞാനങ്ങനല്ല. അപ്പോഴേക്കും നയന പറയാണ്, അല്ല അതെന്റെ മുഖത്ത് നോക്കി പറ, എങ്ങനെ നോക്കി പറഞ്ഞാലും ഞാൻ പറയാം, ഞാനല്ല അത് ചെയ്തത്. അപ്പം നയന പറയുന്നു, നിങ്ങളൊരു വഞ്ചകൻ മാത്രമല്ല, ഒരു ക്രൂരൻ കൂടിയാ. എന്നെ ഇത്രയൊക്കെ പറഞ്ഞു മയക്കിയിട്ട് നിങ്ങൾ ഇമാതിരി പണി കാണിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ആകെപ്പാടെ തകർന്നു പോയി ഞാൻ വാർത്ത അറിഞ്ഞപ്പോ. നിങ്ങളൊരു ബിസിനസ്മാൻ ആണ് തെളിയിച്ചു കളഞ്ഞല്ലോ. ഞാനെന്താ നിങ്ങളെപ്പോലെ വലിയൊരു കമ്പനിയിൽ തുടങ്ങാനാണ് നോക്കിയത്, എന്നെ തകർക്കാനായിട്ട്. എന്റെ അച്ഛനും അമ്മയെ സഹായിക്കാൻ വേണ്ടി വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത്. അതിനുപോലും സമ്മതിക്കാതെ നിങ്ങൾ ഇത്ര ദുഷ്ടത്തരം കാണിച്ചല്ലോ. എന്നിട്ട് ആദർശ് പറയാണ്, നയന ഞാൻ നിന്റെ ഒരു കാര്യം പറയാനാ വന്നത്. അത് നീ ഓരോ പ്രാവശ്യവും വെളിയിലേക്ക് പോകുമ്പോൾ ഈ വീട്ടില് ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാണ്. ഓരോരുത്തരും മാനസികമായി ഒരുപാട് വിഷമിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഒരു തീരുമാനം ഞാൻ നിന്നോട് പറയാം. ഇനി നീ മുതൽ വീട്ടിലേക്ക് ജോലിക്ക് പോകണ്ട എന്ന് ആദർശ് പറയുന്നു. ഇവൾ എന്ത് പറയാന്നറിയാതെ അതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിൽക്കുമ്പോൾ നയന ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയണം, ശരിയെങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പോഴേക്ക് ആദർശ് പോകുന്നില്ലേ? അതെ ഞാൻ പോകുന്നില്ല. നിങ്ങളെന്തിനാ ഞാൻ പോവാന്ന് പറഞ്ഞാലും പോകുന്നില്ല എന്ന് പറഞ്ഞാലും ഷോക്കാവുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അല്ല നീ ഇത്രത്തോളം പട വെട്ടി ഇവിടെ എല്ലാവരും വാക്കുതർക്കമൊക്കെ ഉണ്ടാക്കി നീ വീട്ടിലേക്ക് പോയി ജോലി ചെയ്തിട്ടും ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡിൽ നീ അത് വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് വേണ്ടാന്ന്, എന്റെ ഭർത്താവ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും എന്ന് നയന പറയുന്നു. അപ്പോഴേക്കും ആദർശ് ഒന്നുകൂടെ ചോദിക്കാണ്, അപ്പൊ നീ പോയില്ലേ? ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആദ്യം മനസ്സിൽ കരുതുകയാണ്, ഇവള് മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാ. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും പോകില്ല എന്ന് പറയുന്നതല്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ആദർശ് മനസ്സിൽ കരുതുന്നു. എന്തോ ഇവള് മനസ്സിൽ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ ഇവളെ ഇത്ര പെട്ടെന്നൊന്നും അങ്ങനെ പിടിതരുന്നതല്ല. ഇപ്പോൾ എന്നോട് വാക്കുതർക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതിന്റെ അർത്ഥം ഇവളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട് എന്നിങ്ങനെ ആദർശ് മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയനയുടെ വീട്ടിലാണ്. അപ്പൊ നയനയുടെ അച്ഛൻ കനകയോട് പറയാണ്, കനകെ ഞാനൊരു കാര്യം പറയട്ടെ, ഓരോ തവണ നമ്മുടെ മകള് ഇവിടെ വന്നിട്ട് പോകുമ്പോഴും അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും പുറത്തു പറയാതെ പാവം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുകയാണ്. കണ്ടതല്ലേ, ആ കൃഷ്ണമൂർത്തി പോലും വന്നിട്ട് അവളുടെ ഹസ്ബൻഡ് തന്നെയാണ് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ അത്രത്തോളം അവനും അതിന് ദേഷ്യം കാണും. അവള് നമ്മളോട് ചുമ്മാ പറഞ്ഞതായിരിക്കും. ആദ്യമായിട്ട് എല്ലാത്തിനും സപ്പോർട്ടാണ്. പാവം കുട്ടി, അവളൊന്നും അറിയുന്നില്ലല്ലോ പാവം, എന്തുമാത്രം വിഷമിക്കുന്നില്ലായിരിക്കും. ഞാനൊരു കാര്യം പറയാം, നമുക്ക് അവളറിയാതെ എത്രയും പെട്ടെന്ന് ഈ വീടങ്ങ് വിറ്റ് നമ്മുടെ കടബാധകളെല്ലാം അങ്ങ് തീർക്കാം. എന്നിട്ട് പിന്നെ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു കാര്യം വരില്ലല്ലോ. അവളെങ്കിലും അവിടെ സമാധാനത്തോടെ ജീവിക്കട്ടെ. മറ്റവളാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്തൊരു ജന്മം അത്. അപ്പം കനക പറയാണ്, ഈ വീട് വിൽക്കാന്നുള്ളത് അത് ഓർക്കാൻ കൂടി സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മുടെ മക്കളുടെ ജീവിതം അത് എങ്ങനെയാണെങ്കിലും നന്നായിട്ടൊന്നും ഇരിക്കട്ടെ, അതിന് ഇതാണ് വഴിയെങ്കിൽ ഇത് തന്നെ നമുക്ക് നോക്കാം എന്നും കനക പറയുന്നുണ്ട്. എന്നിട്ട് കനകം പറയണ, എല്ലാം എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാ, ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നു, അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല, അതിലൊന്നും ഓർത്തിട്ട് ദുഃഖിച്ചിട്ടും കാര്യമില്ല, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കി വീഡിയോയും വരാനിരിക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.